നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് ബേസ്ഡ് ക്ലാസ്. ഇന്ന് എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് നമുക്ക് EMS നമ്പൂതിരിപ്പാട്. ഒന്നാം കേരള മന്ത്രിസഭയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്നറിയപ്പെടുന്നത് EMS നമ്പൂതിരിപ്പാട്, അല്ലെങ്കിൽ സ്വതന്ത്ര കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാ? നമ്മുടെ EMS നമ്പൂതിരിപ്പാടാണ്. ഇന്ത്യയിലെയും കേരളത്തിലെയും ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് EMS നമ്പൂതിരിപ്പാടാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെയും കേരളത്തിലെയും ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് EMS നമ്പൂതിരിപ്പാടാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടാണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കേരള മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. മുഖ്യമന്ത്രിയായതിനു ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യത്തെ വ്യക്തി EMS നമ്പൂതിരിപ്പാട്. മുഖ്യമന്ത്രിയായതിനു ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യത്തെ വ്യക്തി ആരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാട് തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ മണ്ഡലം നീലേശ്വരം. ഇപ്പോഴും PSC പ്രീവിയസ് ആയി ചോദിക്കുന്നതാണ്, പഠിച്ചോളനെ. EMS നമ്പൂതിരിപ്പാട് തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ മണ്ഡലം ഏതായിരുന്നു? അത് നീലേശ്വരമായിരുന്നു. ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപീകരിക്കാൻ EMS നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ് ഐക്യ കേരള പ്രസ്ഥാനം. ഭാഷാടിസ്ഥാനത്തിലെ കേരളം രൂപീകരിക്കാൻ EMS നേതൃത്വം നൽകിയ പ്രസ്ഥാനം ഏതായിരുന്നു? ഐക്യ കേരള പ്രസ്ഥാനമായിരുന്നു. ഭൂപരിഷ്കരണ ഓർഡിനൻസ്, വിദ്യാഭ്യാസ ബില്ല് തുടങ്ങിയവ അവതരിപ്പിച്ചത് EMSന്റെ കാലഘട്ടത്തിലായിരുന്നു, അല്ലെങ്കിൽ EMSന്റെ മന്ത്രിസഭയുടെ കാലഘട്ടത്തിലായിരുന്നു കേട്ടോ. ഭൂപരിഷ്കരണ ഓർഡിനൻസ്, വിദ്യാഭ്യാസ ബില്ല് തുടങ്ങിയ അവതരിപ്പിച്ചത് എന്നായിരുന്നു? EMSന്റെ മന്ത്രിസഭയിലായിരുന്നു. EMSന്റെ ആത്മകഥയാണ് ആത്മകഥ. EMSന്റെ ആത്മകഥ അറിയപ്പെടുന്ന പേരെന്താണ്? ആത്മകഥ എന്ന് തന്നെയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഒന്നാം കേരള മന്ത്രിസഭയിലെ ആദ്യ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. ഇന്ത്യയിലെയും കേരളത്തിലെയും ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നറിയപ്പെടുന്നത് EMS ആണ്. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി EMS ആണ്. മുഖ്യമന്ത്രിയായതിനു ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അതും EMS ആണ്. EMS നമ്പൂതിരിപ്പാട് തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ മണ്ഡലം നീലേശ്വരം. ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപീകരിക്കാൻ EMS നേതൃത്വം നൽകിയ പ്രസ്ഥാനം ഐക്യ കേരള പ്രസ്ഥാനം. ഭൂപരിഷ്കരണ ഓർഡിനൻസ്, വിദ്യാഭ്യാസ ബില്ല് തുടങ്ങിയ അവതരിപ്പിച്ചത് EMS ആണ്. EMSന്റെ ആത്മകഥയാണ് ആത്മകഥ. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് EMSഉം പുസ്തകങ്ങളും. എന്താണ് EMSഉം പുസ്തകങ്ങളും? 1.25 കോടി മലയാളികൾ, കേരളം ഇന്നലെ ഇന്ന് നാളെ, ബെർലിൻ ഡയറി, വേദങ്ങളുടെ നാട്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, കാറൽ മാക്സ് പുതുയുഗത്തിന്റെ വഴികാട്ടി. ഇമ്പോർട്ടന്റ് ആണ്. കാറൽ മാക്സ് പുതുയുഗത്തിന്റെ വഴികാട്ടി. നെഹ്റു ഐഡിയോളജി ആൻഡ് പ്രാക്ടീസ്. നെഹ്റു ഐഡിയോളജി ആൻഡ് പ്രാക്ടീസ്. മൂലധനം മുഖവുര. മൂലധനം മുഖവുര. ഇതാണ് ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചത്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളനെ. EMSന്റെ പ്രധാന പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? 1.25 കോടി മലയാളികൾ, കേരളം ഇന്നലെ ഇന്ന് നാളെ, ബെർലിൻ ഡയറി, വേദങ്ങളുടെ നാട്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, കാറൽ മാർക്സ് പുതുയുഗത്തിന്റെ വഴികാട്ടി, നെഹ്റു ഐഡിയോളജി ആൻഡ് പ്രാക്ടീസ്, മൂലധനം മുഖവുര എന്നിവയാണ് പഠിക്കുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് ബാക്ടീരിയ രോഗങ്ങൾ. എന്താണ്? ബാക്ടീരിയ രോഗങ്ങളെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ച ഒരുപാട് ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾ വ്യക്തമായി ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് നോക്കാം ബാക്ടീരിയൽ രോഗം. ആദ്യമായി നമുക്ക് പഠിക്കാനുള്ള ബാക്ടീരിയ രോഗമാണ് എലിപ്പനി. എന്തിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്? എലിപ്പനിയെ പറ്റിയാണ്. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയയാണ് ലെപ്റ്റോസ്പൈറ. എലിപ്പനി ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഏതാ സുഹൃത്തുക്കളെ? ലെപ്റ്റോസ്പൈറയാണ്. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ. നമ്മൾ ആരംഭിച്ചതേ പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്നാണ്. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ലെപ്റ്റോസ്പൈറയാണ്. എലികളുടെയും നായ്ക്കളുടെയും മറ്റു ചില ജീവികളുടെയും മൂത്രത്തിലൂടെ പുറത്തെത്തുന്ന ബാക്ടീരിയ കെട്ടിക്കിടക്കുന്ന ജലത്തിലും ഈർപ്പത്തിലും നിലനിൽക്കുന്നു. എന്താ പറഞ്ഞത്? എലികളുടെയും നായ്ക്കളുടെയും മറ്റു ചില ജീവികളുടെയും മൂത്രത്തിലൂടെ പുറത്തെത്തുന്ന ബാക്ടീരിയ കെട്ടിക്കിടക്കുന്ന ജലത്തിലും അതുപോലെ ഈർപ്പമുള്ള പ്രദേശങ്ങളിലും എന്ത് ചെയ്യുന്നു? നിലനിൽക്കുന്നു. ഇവ മുറിവിലൂടെ രക്തത്തിലെത്തിയാൽ ശരീരകലകളെ ബാധിക്കുകയും ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ ലോമികകളെ തകരാറിലാക്കുകയും ആന്തരിക രക്തസ്രാവത്തിന് കാരണമാകുകയും ചെയ്യും. ഈ പോയിന്റ് അങ്ങ് പഠിച്ചോളേ. ഇവ മുറിവിലൂടെ രക്തത്തിലെത്തിക്കഴിഞ്ഞാൽ ശരീരകലകളെ ബാധിക്കുകയും ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ ലോമികകളെ തകരാറിലാക്കുകയും ആന്തരിക രക്തസ്രാവത്തിന് ഇത് കാരണമാകുകയും ചെയ്യും. അപ്പോൾ ഈ പോയിന്റ് സുഹൃത്തുക്കൾ പഠിക്കുക. ഒന്നുകൂടി പറയാം. എലിപ്പനിയാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കിയത്. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏതാ സുഹൃത്തുക്കളെ? ലെപ്റ്റോസ്പൈറയാണ്. അപ്പോൾ എലിപ്പനി ഒരു ബാക്ടീരിയൽ രോഗമാണ്. അതുണ്ടാക്കുന്ന ബാക്ടീരിയ ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയയാണ്. എലികളുടെയും നായ്ക്കളുടെയും മറ്റു ചില ജീവികളുടെയും മൂത്രത്തിലൂടെ പുറത്തെത്തുന്ന ബാക്ടീരിയ കെട്ടിക്കിടക്കുന്ന ജലത്തിലും ഈർപ്പമുള്ള പ്രദേശത്തിലും അല്ലെങ്കിൽ ഈർപ്പത്തിലും നിലനിൽക്കുന്നു. ഇവ മുറിവിലൂടെ രക്തത്തിലെത്തിയാൽ ശരീരകലകളെ ബാധിക്കുകയും ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ രക്തലോമികളെ തകരാറിലാക്കുകയും ആന്തരിക രക്തസ്രാവത്തിന് കാരണമാകുകയും ചെയ്യും. പഠിക്കുക. എലിപ്പനിയുടെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശക്തമായ പനി,
തലവേദന, പേശീവേദന, കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് നിറം. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. സുഹൃത്തുക്കൾ പഠിച്ചോളണേ ഇത്. ശക്തമായ പനി, തലവേദന, പേശീവേദന, കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് നിറം. ഈ കണ്ണിനുണ്ടാകുന്ന ചുവപ്പ് നിറം എലിപ്പനിയുടെ മറ്റൊരു പ്രത്യേകതയാണ്, പഠിക്കുക. രോഗം തടയുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എലികൾ പെറ്റുപെരുകുന്ന സാഹചര്യം ഒഴിവാക്കുക. എലികൾ പെറ്റുപെരുകുന്ന സാഹചര്യം ഒഴിവാക്കുക. മുറിവുള്ള ഭാഗം രോഗാണുക്കളുള്ള ജലവുമായി സമ്പർക്കത്തിൽ വരുന്നത് ഒഴിവാക്കുക. മുറിവുള്ള ഭാഗം രോഗാണുക്കളുള്ള ജലവുമായുള്ള സമ്പർക്കത്തിൽ വരുന്നത് ഒഴിവാക്കുക. രോഗവ്യാപനം തടയുന്നതിന് തുടക്കത്തിൽ തന്നെ ചികിത്സിക്കുകയും ചെയ്യുക. അപ്പൊ ഒന്നുകൂടി പറയാം, രോഗ ലക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞു. ശക്തമായ പനി ഉണ്ടായിരിക്കും, തലവേദനയും പേശിവേദനയും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കണ്ണിലുണ്ടാകുന്ന ചുവപ്പ് നിറവും എലിപ്പനിയുടെ ഒരു പ്രത്യേകതയാണ്. രോഗം തടയുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാന്ന് ചോദിച്ചാൽ, എലികൾ പെറ്റുപെരുവാനുള്ള സാഹചര്യം ഒഴിവാക്കണം, മുറിവുകളുള്ള ഭാഗം രോഗാണുക്കളുള്ള ജലവുമായി സമ്പർക്കത്തിൽ വരുന്നത് ഒഴിവാക്കണം, രോഗവ്യാപനം തടയുന്നതിന് തുടക്കത്തിൽ തന്നെ ചികിത്സിക്കുകയും ചെയ്യുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ള ബാക്ടീരിയ രോഗമാണ് ഡിഫ്തീരിയ. എന്താണ് ഡിഫ്തീരിയ? ഡിഫ്തീരിയ രോഗത്തിന് കാരണമായ ബാക്ടീരിയയാണ് കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ. ഇങ്ങനെ തന്നെ പഠിച്ചോളണേ. ഡിഫ്തീരിയ രോഗത്തിന് കാരണമായ ബാക്ടീരിയ ആരെന്ന് ചോദിച്ചാല് കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയയാണ്. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ മൂക്ക്, തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ ആവരണത്തിലെ കോശങ്ങളെ നശിപ്പിക്കുന്നു. അപ്പോൾ ഡിഫ്തീരിയ ഉണ്ടാക്കുന്ന ബാക്ടീരിയകൾ എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ തൊണ്ടയിലും മൂക്കിലുമാണ് ഇവർ ഇരിക്കുന്നത്. ഇവിടത്തെ ശ്ലേഷ്മ സ്ഥലത്തിലെ ആവരണത്തിലെ കോശങ്ങളെ എന്ത് ചെയ്യും? നശിപ്പിക്കും. ഈ കോശങ്ങൾ 2-3 ദിവസത്തിനുള്ളിൽ കട്ടിയുള്ള ചാരനിറത്തിലുള്ള ഒരു ആവരണം തൊണ്ടയിൽ ഉണ്ടാക്കുന്നു. ഈ കോശങ്ങൾ 2-3 ദിവസത്തിനുള്ളിൽ കട്ടിയുള്ള ചാരനിറത്തിലുള്ള ഒരു ആവരണം തൊണ്ടയിൽ ഉണ്ടാക്കുന്നു. ക്രമേണ മസ്തിഷ്കം, ഹൃദയം, വൃക്ക എന്നിവ തകരാറിലാകുകയും ചെയ്യുന്നു. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഡിഫ്തീരിയ രോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ആരാണ്? കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയയാണ്. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ മൂക്ക് അല്ലെങ്കിൽ തൊണ്ട എന്നിവിടങ്ങളിലെ ശ്ലേഷ്മ ആവരണത്തിലെ കോശങ്ങളെ നശിപ്പിക്കുന്നു. ഈ കോശങ്ങൾ 2-3 ദിവസത്തിനുള്ളിൽ കട്ടിയുള്ള ചാരനിറത്തിലുള്ള ഒരു ആവരണം തൊണ്ടയിൽ ഉണ്ടാക്കുന്നു. ക്രമേണ മസ്തിഷ്കം, ഹൃദയം, വൃക്ക എന്നിവ തകരാറിലാക്കുകയും ചെയ്യുന്നു ഡിഫ്തീരിയ. ഡിഫ്തീരിയ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പനി, തൊണ്ടവേദന, കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികളുടെ വീക്കം. ഇത് പഠിച്ചോളണേ. പനി, ശക്തമായ തൊണ്ടവേദന, കഴുത്തിലെ ലിംഫ് ഗ്രന്ഥികളുടെ വീക്കവും ഡിഫ്തീരിയ രോഗത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണമാണ്. രോഗപ്രതിരോധ മാർഗം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, രോഗബാധ ഏൽക്കാത്ത കോശങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആന്റിടോക്സിനുകൾ ഉപയോഗിക്കുക. രോഗം മൂർച്ഛിച്ച അവസ്ഥയിലാണെങ്കിൽ ഇത് ഫലപ്രദമാകാത്തത് കൊണ്ട് തന്നെ ഏറ്റവും ഉചിതമായ മാർഗം വാക്സിനുകൾ സ്വീകരിക്കുക എന്നതാണ്. പഠിച്ചോളണേ. അപ്പോൾ ഡിഫ്തീരിയ രോഗത്തിന്റെ രോഗപ്രതിരോധ മാർഗം ചോദിച്ചാല് രോഗബാധ ഏൽക്കാത്ത കോശങ്ങളെ സംരക്ഷിക്കാനായിട്ട് ആന്റിടോക്സിനുകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ രോഗം മൂർച്ഛിച്ച അവസ്ഥയിലാണെങ്കിൽ ഇത് ഫലപ്രദമാകാത്തത് കൊണ്ട് തന്നെ ഏറ്റവും ഉചിതമായ മാർഗം എന്ന് പറയുന്നത് വാക്സിനുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. സുഹൃത്തുക്കൾ പഠിക്കുക. അടുത്ത രോഗമാണ് ക്ഷയരോഗം. ക്ഷയരോഗം അല്ലെങ്കിൽ രോഗങ്ങളുടെ രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ക്ഷയരോഗത്തെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. ക്ഷയരോഗം ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചുള്ള രോഗമാണ് ക്ഷയം. ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. പഠിക്കുക. ക്ഷയരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ക്ഷയരോഗം മുഖ്യമായും ബാധിക്കുന്ന ശരീരാവയവം ശ്വാസകോശമാണ്. പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ക്ഷയരോഗം മുഖ്യമായും ബാധിക്കുന്ന ശരീരാവയവം ശ്വാസകോശമാണ്. വൃക്ക, തലച്ചോറ്, അസ്ഥികൾ, അസ്ഥിസന്ധികൾ എന്നിവയെയും ഈ രോഗം ബാധിക്കുന്നു. വൃക്കയെയും തലച്ചോറിനെയും അസ്ഥികളെയും അസ്ഥിസന്ധികളെയും ബാധിക്കുന്നു ക്ഷയരോഗം. ഒന്നുകൂടി പറയാം. ക്ഷയരോഗത്തിന് കാരണമായ ബാക്ടീരിയ ഏതാ സുഹൃത്തുക്കളെ? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ്. ക്ഷയരോഗം മുഖ്യമായും ബാധിക്കുന്ന ശരീരാവയവം ചോദിച്ചാൽ അത് ശ്വാസകോശമാണ്. വൃക്ക, തലച്ചോറ്, അസ്ഥികൾ, അസ്ഥിസന്ധികൾ എന്നിവയെയും ഈ രോഗം ബാധിക്കുന്നു. രോഗലക്ഷണം. ക്ഷയരോഗത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായുള്ള ചുമ,
ശരീരത്തിന് ഭാരക്കുറവ് അനുഭവപ്പെടുക, ക്ഷീണം. ഇത് മൂന്നുമാണ് പ്രധാനപ്പെട്ടത്. അതിൽ സ്ഥിരമായ ചുമ എന്ന് പറയുന്ന പഠിച്ചു വെച്ചേക്ക. പ്രത്യേകിച്ച് 2 മുതൽ 3 ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ചുമ എന്തിന് കാരണമാവാം? ക്ഷയരോഗത്തിന് കാരണമാവാം. അപ്പോ ക്ഷയരോഗത്തിന്റെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായുള്ള ചുമ, അതായത് 2 മുതൽ 3 ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ചുമയായിരിക്കാം. ശരീരത്തിന്റെ ഭാരക്കുറവ് അനുഭവപ്പെടുക, ക്ഷീണം. ഇതൊക്കെ ക്ഷയരോഗത്തിന്റെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങളാണ്. രോഗത്തിന്റെ വ്യാപനം എങ്ങനെയെന്ന് ചോദിച്ചാൽ വായുവിലൂടെയാണ്. പഠിക്കുക, വായുവിലൂടെ ക്ഷയരോഗം പ്രധാനമായും വ്യാപിക്കുന്നത്. രോഗികൾ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും സംസാരിക്കുമ്പോഴും രോഗാണുക്കൾ വായുവിലേക്കും അവിടെ നിന്ന് മറ്റുള്ളവരിലേക്കും വ്യാപിക്കുന്നു. അപ്പോൾ രോഗികള് ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും സംസാരിക്കുമ്പോഴും രോഗാണുക്കള് വായുവിലേക്കും അവിടെ നിന്ന് മറ്റുള്ളവരിലേക്കും വ്യാപിക്കുന്നു. പ്രധാനപ്പെട്ട ക്ഷയരോഗത്തിന്റെ പ്രതിരോധ മാർഗം എന്ന് പറയുന്നത് ആന്റിബയോട്ടിക് ഉപയോഗിച്ചുള്ള ചികിത്സയാണ് ക്ഷയരോഗത്തിന് ഫലപ്രദം. BCG വാക്സിൻ ഉപയോഗിച്ചുള്ള പ്രതിരോധവൽക്കരണമാണ് രോഗം തടയുന്നതിന് ഫലപ്രദം. അപ്പോ ക്ഷയരോഗത്തിന്റെ പ്രതിരോധ മാർഗം ചോദിച്ചാൽ ആന്റിബയോട്ടിക് ഉപയോഗിച്ചുള്ള ചികിത്സയാണ് ക്ഷയരോഗത്തിന് ഫലപ്രദം. BCG വാക്സിൻ ഉപയോഗിച്ചുള്ള പ്രതിരോധവൽക്കരണമാണ് ക്ഷയരോഗം തടയുന്നതിന് ഫലപ്രദം. പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന രോഗമാണ് കോളറ. കോളറ രോഗം പകരുന്നത് മലിനജലത്തിലൂടെയാണ്. പഠിച്ചോളനെ, കോളറ രോഗം പകരുന്നത് മലിനജലത്തിലൂടെയാണ്. കോളറ രോഗത്തിന്റെ രോഗലക്ഷണങ്ങൾ പഠിക്കുക. വയറിളക്കം, കഞ്ഞിവെള്ളം പോലുള്ള മലം, പേശികൾ വലിഞ്ഞു മുറുകുന്ന അവസ്ഥ, ഛർദിയും നിർജ്ജലീകരണവും. പഠിക്കുക, രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് കോളറയുടെ? വയറിളക്കം, കഞ്ഞിവെള്ളം പോലുള്ള മലം, പേശികൾ വലിഞ്ഞു മുറുകുന്ന അവസ്ഥ, ഛർദി, നിർജ്ജലീകരണം എന്നിവയാണ് പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന രോഗമാണ് ടൈഫോയിഡ്. ടൈഫോയിഡ് രോഗത്തിന് കാരണമായ ബാക്ടീരിയയാണ് സാൽമൊണല്ല ടൈഫി. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ടൈഫോയിഡ് രോഗത്തിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ ഏതാണ്? സാൽമൊണല്ല ടൈഫി ആണ്. ടൈഫോയിഡ് രോഗം പകരുന്നത് മലിനജലത്തിലൂടെയാണ്. പ്രധാന ടൈഫോയിഡിന്റെ രോഗലക്ഷണങ്ങൾ ചോദിച്ചാൽ 40 ഡിഗ്രിക്ക് മുകളിൽ നീണ്ടു നിൽക്കുന്ന പനി. ഇത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത്. 40 ഡിഗ്രിക്ക് മുകളിൽ നീണ്ടു നിൽക്കുന്ന പനിയാണ് പ്രധാനപ്പെട്ട ടൈഫോയിഡ് രോഗത്തിന്റെ രോഗലക്ഷണം. തലവേദന, വയറുവേദന. തലവേദനയും വയറുവേദന അതിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട രോഗലക്ഷണം എന്താണ്? ടൈഫോയിഡിന്റെ 40 ഡിഗ്രിക്ക് മുകളിൽ നീണ്ടു നിൽക്കുന്ന പനിയാണ് സുഹൃത്തുക്കൾ. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട ബാക്ടീരിയ രോഗമാണ് ടെറ്റനസ്. ടെറ്റനസ് രോഗത്തിന് കാരണമായ ബാക്ടീരിയയാണ് ക്ലോസ്ട്രീഡിയം ടെറ്റനി. ടെറ്റനസ് രോഗത്തിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ ഏതാ സുഹൃത്തുക്കളെ? ക്ലോസ്ട്രീഡിയം ടെറ്റനിയാണ്. രോഗം പടരുന്നത് മുറിവിലൂടെയാണ്. ടെറ്റനസ് എന്ന രോഗം പകരുന്നത് മുറിവിലൂടെയാണ്. രോഗലക്ഷണം പേശികളുടെ അനിയന്ത്രിതമായ സങ്കോചം മൂലം വായ തുറക്കുവാനും ആഹാരം വിഴുങ്ങുവാനും കഴിയാത്ത അവസ്ഥ. പേശികളുടെ അനിയന്ത്രിതമായ സങ്കോചം മൂലം വായ തുറക്കുവാനോ ആഹാരം വിഴുങ്ങുവാനോ കഴിയാത്ത അവസ്ഥയാണ് ടെറ്റനസ് എന്ന് പറയുന്ന രോഗത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ടെറ്റനസ് ഒരു ഓമന പേരിൽ അറിയപ്പെടുന്നുണ്ട്, ലോക്ജാ ഡിസീസ്. എന്താണ് ലോക്ജാ ഡിസീസ് എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ടെറ്റനസ് ആണ്. അതിനുള്ള കാരണമാണ് നമ്മൾ ഈ പറഞ്ഞത്. പേശികളുടെ അനിയന്ത്രിതമായ സങ്കോചം മൂലം വായ തുറക്കാനും ആഹാരം വിഴുങ്ങാനും കഴിയുന്നില്ല. അതുകൊണ്ടാണ് ടെറ്റനസ് എന്ന രോഗത്തെ ലോക്ജാ ഡിസീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന ബാക്ടീരിയൽ രോഗമാണ് ആന്ത്രാക്സ്. ആന്ത്രാക്സ് രോഗം ഉണ്ടാകുന്ന ബാക്ടീരിയയാണ് ബാസിലസ് ആന്ത്രാസിസ്. പഠിച്ചോളെ, ആന്ത്രാക്സ് രോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആരാണ്? ബാസിലസ് ആന്ത്രാസിസ് ആണ്. ബാസിലസ് ആന്ത്രാസിസ് ആണ്. ജന്തുക്കളുമായുള്ള സമ്പർക്കത്തിലൂടെയാണ് രോഗം പടരുന്നത്. ജന്തുക്കളുമായുള്ള സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗമാണ് ആന്ത്രാക്സ് എന്ന് പറയുന്നത്. രോഗലക്ഷണങ്ങൾ ചോദിച്ചാൽ തൊലിപ്പുറത്തുണ്ടാകുന്ന വ്രണങ്ങൾ. ആന്ത്രാക്സ് രോഗലക്ഷണങ്ങൾ തൊലിപ്പുറത്തുണ്ടാകുന്ന വ്രണങ്ങൾ, ശ്വാസതടസ്സം അനുഭവപ്പെടുക, പനി, ചുമ, തലവേദന. രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? തൊലിപ്പുറത്തുണ്ടാകുന്ന വ്രണങ്ങള്, ശ്വാസതടസ്സം അനുഭവപ്പെടുക, പനി, ചുമ, തലവേദന എന്നിവയാണ് പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന ബാക്ടീരിയൽ രോഗമാണ് ബോട്ടുലിസം. എന്താണ് ബോട്ടുലിസം എന്ന് നമുക്ക് നോക്കാം. ബോട്ടുലിസം രോഗത്തിന് കാരണമായ ബാക്ടീരിയയാണ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. പഠിച്ചോളനെ, ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ബോട്ടുലിസം രോഗത്തിന് കാരണമായ ബാക്ടീരിയയാണ് ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം. പഴകിയ ആഹാരത്തിലൂടെ പകരുന്ന രോഗമേയെന്ന് PSC ചോദിക്കും. അത് ബോട്ടുലിസം ആണ്. പഴകിയ ആഹാരത്തിലൂടെ പകരുന്ന രോഗമാണ് ബോട്ടുലിസം എന്ന് പറയുന്നത്. രോഗലക്ഷണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വയറുവേദന, മലബന്ധം, ക്ഷീണം, കാഴ്ചയ്ക്കും സംസാരിക്കുന്നതിനും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. ഇതാണ് ഇമ്പോർട്ടന്റ് കേട്ടോ. ബോട്ടുലിസം രോഗത്തിന്റെ രോഗലക്ഷണങ്ങൾ ചോദിച്ചാല് വയറുവേദന, മലബന്ധം, ക്ഷീണം, കാഴ്ചയ്ക്കും സംസാരിക്കുന്നതിനും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്നിവയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ.
ബോട്ടുലിസം എന്ന് പറയുന്ന ബാക്ടീരിയ രോഗമാണ് നമ്മൾ പറയുന്നത്. ബോട്ടുലിസം എന്ന് പറയുന്ന ബാക്ടീരിയ രോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയ ക്ലോസ്ട്രീഡിയം ബോട്ടുലിനമാണ്. പഴകിയ ആഹാരത്തിലൂടെ പകരുന്ന രോഗം ഏതാണെന്ന് PSC ചോദിക്കും. ഉത്തരം ബോട്ടുലിസമാണ്. രോഗലക്ഷണം ചോദിച്ചു കഴിഞ്ഞാൽ വയറുവേദന, മലബന്ധം, ക്ഷീണം, കാഴ്ചയ്ക്കും സംസാരത്തിനും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കുന്ന ബാക്ടീരിയ രോഗമാണ് ഗൊണേറിയ. ഗൊണേറിയ രോഗത്തിന് കാരണമായ ബാക്ടീരിയയാണ് നിസേറിയ ഗൊണേറിയ. മറക്കരുത്, എന്താണ് നിസേറിയ ഗൊണേറിയ. ഗൊണേറിയ രോഗത്തിന് കാരണമായ ബാക്ടീരിയ ഏതാണ്? നിസേറിയ ഗൊണേറിയയാണ്. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന രോഗമാണ് ഗൊണേറിയ. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന രോഗം എന്ന് ചോദിച്ചാൽ അത് ഗൊണേറിയയാണ്. ഗൊണേറിയ രോഗത്തിന്റെ ലക്ഷണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ലൈംഗിക അവയവങ്ങളിലുള്ള വേദന, വീക്കം, പഴുപ്പ് പോലുള്ള സ്രവങ്ങൾ. ഗൊണേറിയ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ ചോദിച്ചാൽ ലൈംഗിക അവയവങ്ങളിലുള്ള വേദന, വീക്കം, പഴുപ്പ് പോലുള്ള സ്രവങ്ങൾ എന്നിവയാണ് സുഹൃത്തുക്കൾ പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏത് എന്നുള്ളതാണ് പഠിക്കുക. ചമ്പാരൻ സത്യാഗ്രഹം, വർഷം 1917. മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ അത് ചമ്പാരൻ സത്യാഗ്രഹം, വർഷം 1917. ഏറ്റവും കൂടുതൽ PSC ഉദ്യോഗാർത്ഥികളെ തെറ്റിക്കുന്ന പോയിന്റ് ആണ് പറഞ്ഞത്. പക്ഷെ ഇനി നമുക്ക് തെറ്റില്ല, നമുക്ക് പഠിക്കാൻ ഒരു സിമ്പിൾ ഐഡിയ പറഞ്ഞു തരാം. സുഹൃത്തുക്കളെ, ഗാന്ധിജി സത്യാഗ്രഹം ചെയ്തത് ചെമ്പിനകത്തിരുന്നാണെന്നങ്ങ് പഠിക്കുക. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗാന്ധിജി സത്യാഗ്രഹം ഇരുന്നത് എവിടെയാണ്? ചെമ്പിനകത്താണ്. ആ ചെമ്പ് കൊണ്ടുപോയത് 17 പേരാണെന്ന് പഠിക്കുക. ആ ചെമ്പ് തലയ്ക്ക് ചുമന്നോട് തിരിച്ചു പോയത് എത്ര പേരാണ്? 17 പേരാണെന്ന് പഠിക്കുക. അപ്പോൾ 1917 മഹാത്മാഗാന്ധിജി ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ആരംഭിക്കുന്നു. എവിടെയാണ്? ചമ്പാരനില്. പഠിച്ചു വെക്കുക. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം, വർഷം 1918. പഠിക്കുക. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ് ചോദിക്കുന്നെങ്കിൽ അത് അഹമ്മദാബാദ് മിൽ സമരമാണ്, വർഷം 1918. ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബീഹാർ ആണ്. PSC 100-ൽ കൂടുതൽ തവണ ചോദിച്ച ചോദ്യമാണ് ഇവ മൂന്നും. ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ബീഹാർ സംസ്ഥാനം. ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്യുന്നതിനെതിരെയാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. പഠിച്ചോളണേ, ചമ്പാരൻ സത്യാഗ്രഹം നടന്നതിന് കാരണം എന്തെന്ന് ചോദിച്ചാല് നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്തതിനെതിരെ നടന്നതാണ്. അഹമ്മദാബാദ് മിൽ സമരം നടന്നതിന് കാരണം പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾക്ക് 35% വേതന വർധനവിന് വേണ്ടിയിട്ടാണ്. ഇപ്പോ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതേ ഉള്ളേ, 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം വ്യക്തമായിട്ട് പഠിക്കുക. അഹമ്മദാബാദ് മിൽ സമരം നടന്നതിന്റെ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾക്ക് നൽകേണ്ട 35% വേതനം ബ്രിട്ടീഷുകാർ തടഞ്ഞു വെച്ചു. ഇതിനെതിരെ ഗാന്ധിജി നടത്തിയ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം എന്നറിയപ്പെടുന്നത്, വർഷം 1918. മഹാത്മാഗാന്ധിജിയുടെ പ്രധാന സമരങ്ങള് 3 PSC സ്ഥിരം ചോദിക്കുന്നതാണ്. അത് 3 നമ്മൾ അങ്ങ് പഠിച്ചു വെക്കാൻ പോവാണ് കേട്ടോ. മഹാത്മാഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ പ്രധാനപ്പെട്ട 3 സമരങ്ങൾ PSCക്ക് ഇഷ്ടമുള്ള മേഖലയാണ്. ആ 3 സമരങ്ങൾ നമ്മൾ അങ്ങ് പഠിച്ചു വെക്കാൻ പോവുകയാണ്. ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് മിൽ സമരം, ഖേദ സത്യാഗ്രഹം. ഇത് 3 ആരാണ് നടത്തിയതെന്ന് PSC ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് മിൽ സമരം, ഖേദ സത്യാഗ്രഹം, ഇതെല്ലാം നടത്തിയത് ആരാണ്? മഹാത്മാഗാന്ധിജിയാണ്. അല്ലെങ്കിൽ ആരുടെ നേതൃത്വത്തിലാണെന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ ഇത് പഠിക്കാനായിട്ട് ഈസി ആയിട്ട് ഒരു കോഡ് പറഞ്ഞു തരാം. CA പഠിച്ച ഗാന്ധി ഖേദം പ്രകടിപ്പിച്ചു എന്നങ്ങ് പഠിച്ചു വെക്കുക. ഇനി ഇത് 3 പഠിച്ച് മനസ്സ് നിൽക്കുന്നില്ല എന്നുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കുക. CA പഠിച്ച ഗാന്ധി ഖേദം പ്രകടിപ്പിച്ചു എന്നങ്ങ് പഠിക്കുക. C എന്ന് വെച്ച് കഴിഞ്ഞാൽ ചമ്പാരൻ സത്യാഗ്രഹം, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹമ്മദാബാദ് മിൽ സമരം,
ഗാന്ധി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗാന്ധിജിയാണ്. ഖേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖേദ സത്യാഗ്രഹം. ഖേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖേദ സത്യാഗ്രഹം. ഖേദ സത്യാഗ്രഹം നടന്ന വർഷം 1918 തന്നെയാണ്. ഖേദ സത്യാഗ്രഹം നടന്ന വർഷം എത്രയാ സുഹൃത്തുക്കളെ? 1918 തന്നെയാണ്. ആ ഭാഗവും കൂടി സുഹൃത്തുക്കൾ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാ സുഹൃത്തുക്കളെ? കെ കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കെ കേളപ്പനാണ്. ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിന് തിരഞ്ഞെടുത്ത കേരളീയൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ കേളപ്പൻ. ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിന് തിരഞ്ഞെടുത്ത കേരളീയൻ ആരാണ്? കെ കേളപ്പനാണ്. കേരളീയൻ കെ കേളപ്പൻ. കിട്ടിയേ ഗാന്ധിജി. അപ്പോ കേരളത്തിൽ നിന്ന് സത്യാഗ്രഹത്തിന് തിരഞ്ഞെടുത്ത വ്യക്തി ആരാണ്? കെ കേളപ്പൻ. NSSന്റെ സ്ഥാപക പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഫാക്ട് ആണ് പറഞ്ഞത്. NSSന്റെ സ്ഥാപക പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെ കേളപ്പനാണ്. കേരളത്തിൽ കോഴിക്കോട് നിന്നും പയ്യന്നൂർ വരെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി കെ കേളപ്പൻ. കേരളത്തിലെ കോഴിക്കോട് നിന്നും പയ്യന്നൂർ വരെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെ കേളപ്പനാണ്. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം എന്നിവയിലെ പ്രധാന നേതാവ് കെ കേളപ്പൻ. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം എന്നിവയിലെ പ്രധാന നേതാവ് കെ കേളപ്പനാണ്. വൈക്കം സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് അയിത്തോച്ചാടന കമ്മിറ്റിയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനം വഹിച്ച വ്യക്തി കെ കേളപ്പൻ. 100-ൽ കൂടുതൽ തവണ പീസ് റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം. വൈക്കം സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് അയിത്തോച്ചാടന കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനം വഹിച്ച അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെ കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയായിരുന്നു ചോദിച്ചാൽ കെ കേളപ്പനാണ്. ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം സ്വരാജ് അപ്രാപ്യം എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകനായിരുന്നു ചോദിച്ചാൽ കെ കേളപ്പനാണ്. പഠിച്ചു വെക്കുക. ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം സ്വരാജ് എന്ന് പറയുന്നത് അപ്രാപ്യമായ കാര്യമാണ് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാരാണ്? കെ കേളപ്പനാണ്. മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തെ ഒരു കൊച്ചു പാകിസ്ഥാൻ സൃഷ്ടിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകൻ കെ കേളപ്പനാണ്. പഠിച്ചോളുക. കേരളത്തിലെ സർവോദയ പ്രസ്ഥാനത്തിന്റെയും ഭൂദാന പ്രസ്ഥാനത്തിന്റെയും നേതാവാരെന്ന് ചോദിച്ചാൽ കെ കേളപ്പനാണ്. കേരളത്തിലെ സർവോദയ പ്രസ്ഥാനത്തിന്റെയും ഭൂദാന പ്രസ്ഥാനത്തിന്റെയും നേതാവാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെ കേളപ്പനാണ്. ഒന്നുകൂടി പറയുവാണ്, കെ കേളപ്പൻ PSCക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ്. പഠിക്കുക. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. അതിനകത്ത് തന്നെ ഉണ്ട് കേരള കെ കേളപ്പൻ. കേരള കെ കേളപ്പൻ പഠിക്കാലോ. ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിന് തിരഞ്ഞെടുത്ത കേരളീയൻ ആരെന്ന് ചോദിച്ചാൽ കെ കേളപ്പനാണ്. NSSന്റെ സ്ഥാപക പ്രസിഡന്റ് കെ കേളപ്പൻ. കേരളത്തിൽ കോഴിക്കോട് നിന്നും പയ്യന്നൂർ വരെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി കെ കേളപ്പൻ. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം എന്നിവയിലെ പ്രധാന നേതാവ് കെ കേളപ്പൻ. വൈക്കം സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് അയിത്തോച്ചാടന കമ്മിറ്റിയുടെ അധ്യക്ഷനാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെ കേളപ്പനായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കെ കേളപ്പൻ. ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം സ്വരാജ് അപ്രാപ്യം എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ കെ കേളപ്പനാണ്. അതുപോലെ മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തെ ഒരു കൊച്ചു പാകിസ്ഥാൻ സൃഷ്ടിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകനാരെന്ന് ചോദിച്ചാൽ കെ കേളപ്പനാണ്. കേരളത്തിൽ സർവോദയ പ്രസ്ഥാനത്തിന്റെയും ഭൂദാന പ്രസ്ഥാനത്തിന്റെയും നേതാവാരെന്ന് ചോദിച്ചാൽ കെ കേളപ്പനാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് കേരളത്തിലെ നേതാക്കന്മാരും അവരുടെ അപരനാമങ്ങളുമാണ്. കേരളത്തിലെ നേതാക്കന്മാരും അവരുടെ അപരനാമങ്ങളുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ശ്രദ്ധിച്ചിരിക്കുക സുഹൃത്തുക്കളെ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. കേരളമുണ്ട്, കേളപ്പനിലും കെ ഉണ്ട് അല്ലെ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ്. കേരളത്തിലും കെ ഉണ്ട്, കേളപ്പനിലും കെ ഉണ്ട്. അതുകൊണ്ട് അത് നമുക്ക് പഠിക്കാമല്ലോ. ഈസിയാണ്. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ്. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ്. സുഭാഷ് മാസ് ആണെന്നങ്ങ് പഠിച്ചു വെക്കണം കേട്ടോ. സുഭാഷ് മാസ് ആണ് എന്നങ്ങ് പഠിച്ചു വെക്കുക. മാസ് എന്ന് വെച്ചാൽ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് കേട്ടോ. അതിന്റെ ഷോർട്ട് ഫോം ആണ് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ആരാണ്? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. അപ്പോ സുഭാഷ് മാസ് ആണ് എന്നങ്ങ് പഠിച്ചു വെക്കുക. കേരള ലിങ്കൻ പണ്ഡിറ്റ് KP കറുപ്പൻ. കേരള ലിങ്കൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് അഗമാനന്ദ സ്വാമികളാണ്. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആരാണ്? അഗമാനന്ദ സ്വാമികളാണ്. വിവേകമുണ്ടെങ്കിൽ ആനന്ദം ഉണ്ടാകുമെന്ന് നമുക്ക് പഠിച്ചു വെക്കുക. കേരള വിവേകാനന്ദൻ ആരെന്ന് ചോദിച്ചാൽ അത് അഗമാനന്ദ സ്വാമികളാണ്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? അക്കമ്മ ചെറിയാനാണ്. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അക്കമ്മ ചെറിയാൻ. കേരളത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? അക്കമ്മ ചെറിയാനാണ്. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് അക്കമ്മ ചെറിയാനാണ്.
കേരളത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? അക്കമ്മ ചെറിയാനാണ്. അപ്പൊ ഇതങ്ങ് പഠിച്ചു വെക്കുക. അക്കമ്മ ചെറിയാൻ നമുക്ക് AC എന്ന് എഴുതിക്കൂടെ സുഹൃത്തുക്കളെ? അക്കമ്മ ചെറിയാൻ AC എന്ന് എഴുതിക്കൂടെ? അപ്പൊ തിരുവിതാംകൂറിലെ ഝാൻസി റാണിക്ക് AC ഉണ്ടായിരുന്നു, അങ്ങ് പഠിക്കുക. തിരുവിതാംകൂറിലെ ഝാൻസി റാണിക്ക് എന്തുണ്ടായിരുന്നു? AC ഉണ്ടായിരുന്നു. അതുപോലെ AC-യിൽ ആർക്കുണ്ട് എന്നങ്ങ് പഠിക്കുക. രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് ആണ് പറഞ്ഞത്. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് അക്കമ്മ ചെറിയാൻ, കേരളത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് അക്കമ്മ ചെറിയാനാണ്. ഇതിനകത്ത് അക്കമ്മ ചെറിയാനെ നമ്മൾ AC എന്ന് ഷോർട്ട് ഫോമിൽ വിളിച്ചു. അപ്പൊ തിരുവിതാംകൂറിലെ ഝാൻസി റാണിക്ക് എന്തുണ്ട്? AC ഉണ്ടെന്ന് അങ്ങ് പഠിച്ചു വെക്കുക. അതുപോലെ AC-ക്കകത്ത് ആർക്കുണ്ട് എന്നങ്ങ് പഠിച്ചു വെക്കുക. AC-ക്കകത്ത് എന്തുണ്ട്? ആർക്കുണ്ടെന്ന് അങ്ങ് പഠിച്ചു വെക്കുക. അപ്പൊ കേരളത്തിലെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നതും തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നതും അക്കമ്മ ചെറിയാനാണ്. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇനി അടുത്ത പോയിന്റിലേക്ക് വരുമ്പോഴാണ് സുഹൃത്തുക്കളെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്നത്. കേരളത്തിന്റെ ഝാൻസി റാണി ആണെങ്കിൽ അത് ആനി മസ്കരീൻ ആണ്. കേരളത്തിന്റെ ഝാൻസി റാണിയാണ് ചോദിക്കുന്നെങ്കിൽ അത് ആനി മസ്കരീൻ ആണ്. കേരളത്തിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? ആനി മസ്കരീൻ ആണ്. ഇത് പഠിക്കാൻ ഒരു ചെറിയ ഐഡിയ പറഞ്ഞു തരാം. കേരളത്തിന്റെ ഝാൻസി മാസാണ് എന്നങ്ങ് പഠിക്കുക. എന്താണ് കേരളത്തിലെ ഝാൻസി എന്ന് പറയുന്നത്? മാസാണ് എന്നങ്ങ് പഠിച്ചു വെക്കുക. കേരളത്തിലെ ഝാൻസി എന്താണ്? മാസാണ് എന്നങ്ങ് പഠിച്ചു വെക്കുക. അപ്പോ കേരളത്തിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? ആനി മസ്കരീൻ ആണ്. നന്നായിട്ട് ക്ലിയർ ആയിട്ട് പഠിക്കണേ സുഹൃത്തുക്കളെ. ഈ ഭാഗത്ത് നിന്ന് ഒരുപാട് സുഹൃത്തുക്കൾക്ക് PSC നെഗറ്റീവ് മാർക്ക് നേടിക്കൊടുത്ത പോയിന്റ് ആണ് പറഞ്ഞത്. കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്നത് ആരാണ്? അയ്യങ്കാളിയാണ്. അയ്യാ സ്പാർക്ക് കണ്ടേ എന്നങ്ങ് പഠിച്ചു വെക്കണം കേട്ടോ. അയ്യാ കേരളത്തിലെ സ്പാർക്ക് കണ്ടേ എന്നങ്ങ് പഠിച്ചു വെക്കുക. അയ്യാ കേരളത്തിലെ സ്പാർക്ക് കണ്ടേ എന്നങ്ങ് പഠിച്ചു വെച്ചാലും മതി സുഹൃത്തുക്കളെ. അതുകൊണ്ട് കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളി. ഭാരതകേസരി മന്നത്ത് പത്മനാഭനാണ്. ഭാരതകേസരി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് KP കേശവ മേനോനാണ്. കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആരാണ്? KP കേശവ മേനോനാണ്. മറക്കരുത്. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ബാരിസ്റ്റർ GP പിള്ളയുമാണ്. മറക്കരുത്. കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് KP കേശവ മേനോനും, തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ ചോദിച്ചാൽ അത് ബാരിസ്റ്റർ GP പിള്ളയുമാണ്. അപ്പൊ പഠിക്കുക. KVV ആണ് ചോദിക്കുന്നെങ്കിൽ, കേരള വന്ധ്യവയോധികനാണ് ചോദിക്കുന്നെങ്കിൽ അത് KPK എന്ന് പഠിക്കുക. കണ്ടോ കേരളം കിടക്കുന്നുണ്ടോ? കേരളം KP കേശവ മേനോൻ, രണ്ടിടത്തും K കിടക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? അപ്പോ കേരള വന്ധ്യവയോധികൻ അല്ലെങ്കിൽ കേരളത്തിന്റെ വന്ധ്യവയോധികൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് KP കേശവ മേനോൻ. K ഉള്ള ഒരാളായിരിക്കണം ഉത്തരമായി വരേണ്ടത്. അപ്പോ കേരളത്തിലെ വന്ധ്യവയോധികൻ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്തായിട്ട് വരണം? K ഉള്ള ഒരാളായിരിക്കണം വരേണ്ടത്. രണ്ടാമത് തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് BGP എന്നങ്ങ് പഠിച്ചു വെക്കുക. ബാരിസ്റ്റർ GP പിള്ളയാണ്. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ ചോദിച്ചാൽ അതാരാണ്? BGP ആണ്. അതാരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറോജി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. അല്ലെങ്കിൽ പഠിക്കുക, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദയായിരുന്നു എന്നങ്ങ് പഠിക്കുക. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എങ്ങനെയായിരുന്നു? ദാദയായിരുന്ന വ്യക്തിയാണെന്നങ്ങ് പഠിക്കുക. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദയായിരുന്നു എന്നങ്ങ് പഠിക്കുക. കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് പൊയ്കയിൽ യോഹന്നാനാണ്. കേരള നെപ്പോളിയൻ എന്ന് പറയുന്നത് ആരാണ്? പൊയ്കയിൽ യോഹന്നാനാണ്. കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് പൊയ്കയിൽ യോഹന്നാൻ. കേരള ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. കേരള ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ഈ ഭാഗത്തു നിന്ന് 1 മാർക്ക് സുഹൃത്തുക്കൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോഴുള്ള PSCയുടെ പല എക്സാമുകളിലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഭാഗങ്ങൾ വ്യക്തമായിട്ട് പഠിക്കാൻ സുഹൃത്തുക്കൾ ശ്രമിക്കുക. അടുത്തതായി പഠിക്കുവാനുള്ളതാണ് ക്യൂണിക്കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. ഇതിൽ പറയുന്നതെല്ലാം ക്യൂണിക്കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മുയൽ കൃഷി. ക്യൂണിക്കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സുഹൃത്തുക്കളെ? മുയൽ കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സെറികൾച്ചർ പട്ടുനൂൽ കൃഷി. സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടുനൂൽ കൃഷി. പിസികൾച്ചർ മത്സ്യകൃഷി. പിസികൾച്ചർ എന്ന് വെച്ചാൽ എന്താണ്? മത്സ്യകൃഷി. വിറ്റികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്തിരി കൃഷി. വിറ്റികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? മുന്തിരി കൃഷി. ഒലേറികൾച്ചർ എന്ന് പറഞ്ഞാൽ പച്ചക്കറി കൃഷി. ഒലേറികൾച്ചർ എന്ന് പറഞ്ഞാൽ പച്ചക്കറി കൃഷി. മാരികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടൽ മത്സ്യകൃഷി. മാരികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടൽ മത്സ്യകൃഷി. എപ്പികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേനീച്ച കൃഷി. എപ്പികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? തേനീച്ച കൃഷി. ഒന്നുകൂടി പറയുവാണ്.
സെറികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടുനൂൽ കൃഷി, പിസികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യകൃഷി, വിറ്റികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്തിരി കൃഷി, ഒലെറികൾച്ചർ എന്ന് പറഞ്ഞാൽ പച്ചക്കറി കൃഷി, മാരികൾച്ചർ എന്ന് പറഞ്ഞാൽ കടൽ മത്സ്യകൃഷി, എപ്പികൾച്ചർ എന്ന് പറഞ്ഞാൽ തേനീച്ച കൃഷി. ഇവയെല്ലാം PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യമാണ്. അതുകൊണ്ട് ഇത് പഠിക്കാതെ പോവരുത് സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോട്ടയം ജില്ലയെ പറ്റിയാണ്. കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല കോട്ടയം. കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല എന്നറിയപ്പെടുന്നത് കോട്ടയം. ഏറ്റവും കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്ന ജില്ല കോട്ടയം ജില്ല. 100-ൽ കൂടുതൽ തവണ ചോദിച്ച ചോദ്യം. ഏറ്റവും കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്ന ജില്ല ചോദിച്ചാൽ കോട്ടയം ജില്ല. അക്ഷരനഗരമെന്നും വെമ്പൊലിനാട് എന്നും അറിയപ്പെട്ടിരുന്നത് കോട്ടയം ജില്ല. അക്ഷരനഗരമെന്നും വെമ്പൊലിനാട് എന്നും അറിയപ്പെട്ടിരുന്ന ജില്ല കോട്ടയം ജില്ല. അർജുന നൃത്തവും മാർഗം കളിയും പ്രചാരത്തിലുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടയം ജില്ല. മറക്കല്ലേ, അർജുന നൃത്തവും മാർഗം കളിയും പ്രചാരത്തിലുള്ള ജില്ല എന്ന് ചോദിച്ചാൽ കോട്ടയം ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പ് രഹിത ജില്ല കോട്ടയം ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പ് രഹിത ജില്ല എന്നറിയപ്പെടുന്നത് കോട്ടയം ജില്ല. ഇന്ത്യയുടെ ചുമർചിത്ര നഗരി എന്നറിയപ്പെടുന്ന ജില്ല കോട്ടയം ജില്ല. ഇന്ത്യയുടെ ചുമർചിത്ര നഗരി എന്നറിയപ്പെടുന്ന ജില്ല കോട്ടയം ജില്ല. കേരളത്തിലെ ആദ്യത്തെ ഫാസ്റ്റ് ട്രാക്ക് കോടതി കോട്ടയം ജില്ല. കേരളത്തിലെ ആദ്യത്തെ ഫാസ്റ്റ് ട്രാക്ക് കോടതി നിലവിൽ വന്നത് കോട്ടയം ജില്ല. കേരളത്തിൽ തണ്ണീർത്തട ഗവേഷണ കേന്ദ്രം ആദ്യമായി സ്ഥാപിച്ചത് കോട്ടയം ജില്ലയിലാണ്. കേരളത്തിലെ തണ്ണീർത്തട ഗവേഷണ കേന്ദ്രം ആദ്യമായി ആരംഭിച്ചത് കോട്ടയം ജില്ലയിലാണ്. കേരളത്തിൽ ആദ്യമായി ആകാശ നടപ്പാത നിലവിൽ വന്ന നഗരം കോട്ടയമാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ആകാശ നടപ്പാത നിലവിൽ വന്ന നഗരം ചോദിച്ചാൽ അത് കോട്ടയം നഗരമാണ്. മലയാള പത്രപ്രവർത്തനത്തിന്റെ ഈറ്റിലം എന്നറിയപ്പെടുന്നത് കോട്ടയം. മലയാള പത്രപ്രവർത്തനത്തിന്റെ ഈറ്റിലം എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണം അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ചോദിച്ചാലും അത് കോട്ടയമാണ്. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണം ചോദിച്ചാലും മുനിസിപ്പാലിറ്റി ചോദിച്ചാലും അത് കോട്ടയമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോട്ടയം ജില്ല. കേരളത്തിലെ ആദ്യത്തെ കിൻഡർ ഗാർഡൻ സ്ഥാപിതമായ നഗരം കോട്ടയമാണ്. ഒന്നുകൂടി പറയുവാണ്, കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല എന്നറിയപ്പെടുന്നത് കോട്ടയം ജില്ല. ഏറ്റവും കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്ന ജില്ല കോട്ടയം ജില്ല. അക്ഷര നഗരം എന്നും വെമ്പൊലിനാട് എന്നും അറിയപ്പെട്ടിരുന്ന ജില്ല കോട്ടയം ജില്ല. അർജുന നൃത്തവും മാർഗം കളിയും പ്രചാരത്തിലുള്ള ജില്ല കോട്ടയം ജില്ല. ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പ് രഹിത ജില്ല കോട്ടയം ജില്ല. ഇന്ത്യയുടെ ചുമർചിത്ര നഗരി എന്നറിയപ്പെടുന്ന ജില്ല കോട്ടയം ജില്ല. കേരളത്തിലെ ആദ്യത്തെ ഫാസ്റ്റ് ട്രാക്ക് കോടതി നിലവിൽ വന്ന ജില്ല കോട്ടയം ജില്ല. കേരളത്തിൽ തണ്ണീർത്തട ഗവേഷണ കേന്ദ്രം ആദ്യമായി സ്ഥാപിതമായത് കോട്ടയം ജില്ല. കേരളത്തിലെ ആദ്യത്തെ ആകാശ നടപ്പാത നിർമ്മിക്കുന്ന നഗരം കോട്ടയം ജില്ല. മലയാള പത്രപ്രവർത്തനത്തിന്റെ ഈറ്റിലം എന്നറിയപ്പെടുന്നത് കോട്ടയം ജില്ല. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ ഇന്ത്യയിലെ പട്ടണവും മുനിസിപ്പാലിറ്റിയും കോട്ടയമാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോട്ടയം ജില്ല. കേരളത്തിലെ ആദ്യത്തെ കിൻഡർ ഗാർഡൻ സ്ഥാപിതമായ നഗരം ചോദിച്ചാൽ കോട്ടയം ജില്ല. ഇത്രയും കോട്ടയത്തെ പറ്റി PSC പ്രീവിയസ് ആയി ചോദിച്ചുള്ളതാണ്. സുഹൃത്തുക്കൾ നന്നായിട്ട് ഈ ഭാഗം പഠിച്ചു വെക്കുക. ഇത്രയുമായിരുന്നു നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് മെയിൻ പരീക്ഷയുടെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇത്രയും നേരം ഈ വീഡിയോ ആണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങൾ എത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.